Hi everyone. Good evening all. So you are so punctual. എല്ലാവരും കറക്റ്റ് ടൈമിൽ തന്നെ എത്തിയിട്ടുണ്ടല്ലോ. എന്തായിരുന്നു ഇയാളെ പേര്? ഐ ഫോർഗോട്ട്. റിയലി ഐ ഫോർഗോട്ട്. സോ സോറി. നൗഫൽ നിസാം എന്ന് പറഞ്ഞ ആളുടെ പേരെന്തായിരുന്നു? ഞാൻ വിട്ടുപോയി. സോറി. അനുശങ്കർ. ഗുഡ് ഈവനിങ്. സ്കൂൾ ഓഫ് മാജിക്. എന്താ ആളുടെ പേരെന്താ? സിയാന. ഓക്കെ. എടോ ഞാൻ പേര് വിട്ടുപോയടോ. ഈ നൗഫൽ നിസാം എന്ന് പറഞ്ഞ ആളില്ലേ, ആളുടെ പേരൊന്നും കൂടെ റിപ്പീറ്റ് ചെയ്യോ? ഐ റിയലി സോറി, ഞാൻ വിട്ടുപോയതാ, മറന്നുപോയി. സോറി. ഓക്കെ സിയാന, ഗുഡ് ഈവനിങ്. സോ കുറച്ച് പേരൊക്കെ എത്തിയിട്ടുണ്ട്. നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? കഴിഞ്ഞ ക്ലാസ്സിൽ കുറേ പേര് മിസ്സിങ് ആയിരുന്നല്ലോ. എന്ത് പറ്റി? വിട്ടുപോയോ? ദീപാവലി, പിന്നെ കേരള പിറവി, ഇതിലൊക്കെ പോയോ എല്ലാവരും? ഓക്കെ നസിയ, റിയലി സോറി, ഞാൻ വിട്ടുപോയതാണ്. വയസ്സായില്ലേ, സോറി. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? ഓക്കെ. ഇന്നത്തെ നമ്മുടെ എഡിറ്റോറിയൽ എന്ന് പറയുന്ന റവന്യൂ റിപ്പർക്കഷൻ. ഓക്കെ, റിപ്പർക്കഷൻ എന്ന് പറയുമ്പം നമുക്കതിനെ കുറിച്ചിട്ട് കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യാം. ഇതാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത്. GST, അതേപോലെ തന്നെ റവന്യൂ ട്രെൻഡ്സ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ എഡിറ്റോറിയൽ വന്നിട്ടുള്ളത്. സ്റ്റാർട്ട് ചെയ്യല്ലേ? ഇനി അധിക പേരൊന്നും ജോയിൻ ചെയ്യാനില്ലല്ലോ, ലേറ്റ് ആക്കണ്ടല്ലോ. തുടങ്ങാം. റെഡി? നിങ്ങൾ ജസ്റ്റ് ഈ സാധനം ഒന്ന് വായിക്കോ. നമ്മുടെ ഈ ഫസ്റ്റ് പേജിലുള്ള ഈ ഒരു ഭാഗം ജസ്റ്റ് ഒന്ന് വായിക്കാം. എൻ്റെ കൂടെ വായിക്കുമ്പം നിങ്ങൾ എന്ത് ചെയ്യാന്നറിയോ? ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതായിരുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ പിന്നെ ഒരുപാട് പേര് ലീവ് ആയതുകൊണ്ട് ഞാൻ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യാം. നിങ്ങൾക്ക് കിട്ടാത്ത വേർഡ്സ് ഇപ്പൊ ഞാൻ മീനിങ് തരുന്നുണ്ട്, അത് കൂടാതെ നിങ്ങൾക്ക് അറിയാത്ത മീനിങ് അറിയാത്ത ഏതെങ്കിലും വേർഡ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കരുത്, ജസ്റ്റ് റൈറ്റ് ചെയ്യുക. ഒരു റൈറ്റിംഗ് പാഡും പെന്നും കയ്യിൽ വെക്കുക കേട്ടോ. നമുക്ക് റൈറ്റ് ചെയ്യുമ്പോഴായിരിക്കും കുറച്ചും കൂടെ
ഒരു നല്ല ഇതിൽ പോവാൻ പറ്റുക. അപ്പോൾ നിങ്ങൾക്ക് ഏത് വേർഡാണോ കിട്ടാത്തത്, നോ പ്രോബ്ലം, നിങ്ങൾക്ക് കിട്ടാത്ത വേർഡാണ്, അത് നിങ്ങൾക്ക് ചോദിക്കാം. അപ്പം എനിക്കറിയുന്നതാണെങ്കിൽ ഞാൻ പറഞ്ഞു തരും, അല്ലെങ്കിൽ ഞാൻ തപ്പി പിടിച്ചെടുത്ത് തരും. എനിക്ക് ഒരു വിധത്തിൽ നിങ്ങൾക്ക് അല്ലെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്ന ഡിഫിക്കൽട്ട് വേർഡ്സ് ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് കൂടാതെ ആർക്കെന്തെങ്കിലും വേർഡ്സുകൾ കിട്ടാത്തതുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി ചോദിക്കാം. ചിലപ്പം മറ്റുള്ളവർക്കും അത് ഉപകാരപ്പെട്ടേക്കാം. സോ ഷാൽ വി സ്റ്റാർട്ട്? Revenue repercussion on GST revenue trends. Festive season GST receipts hold a critical signal for growth. ഇതാണ് ടൈറ്റിലും സബ് ടൈറ്റിലും ആയിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഫെസ്റ്റീവ് സീസൺ GST receipts hold a critical signal for growth. അപ്പോൾ എന്താണ്? ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ന്യൂസ് ആണ്. നമ്മൾ ഈ നമ്മുടെ റീഡിംഗ് കോംപ്രിഹെൻഷനിൽ നമ്മൾ ചെറിയൊരു ട്രിക്ക് പറയാറുണ്ട്, പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ്. അതായത് തന്നിരിക്കുന്ന ഈ ഒരു ടോപ്പിക്ക് അല്ലെങ്കിൽ തന്നിരിക്കുന്ന നമ്മുടെ സ്റ്റേറ്റ്മെന്റ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നുള്ളത് അറിയുന്നത്. നിങ്ങൾ ക്ലാസ്സുകൾ കേൾക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ അറിയുന്നുണ്ടാവും. പോസിറ്റീവ് ആയിട്ടുള്ള എഡിറ്റോറിയലുകൾ ആവുമ്പം അതിലുള്ള ക്വസ്റ്റ്യൻസിന്റെ ആൻസറുകളും ഏതായിരിക്കും? പോസിറ്റീവ് ടൈപ്പിലുള്ളതായിരിക്കും. ഈ പോസിറ്റീവ് നെഗറ്റീവ് എന്ന് മനസ്സിലാക്കണം എന്ന് പറയാനുള്ള കാരണം, ഇപ്പൊ നമുക്ക് സിനണിമ്, ആന്റണിമ് എന്നിവ തരാറുണ്ട്. അപ്പോൾ ചില വേർഡ്സിന്റെ മീനിങ് നമുക്കറിയാം. ഈ കറക്കി കുത്താനുള്ള ഒരു ട്രിക്കാണ്. ചില വേർഡിന്റെ സപ്പോസ് ഇതിലിപ്പം റിപ്പർക്കഷൻ എന്ന് പറയുന്ന വേർഡ്, ഈ റിപ്പർക്കഷൻ എന്ന് പറയുന്ന വേർഡിന്റെ മീനിങ് നിങ്ങൾക്ക് അറിയില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അതിൽ കൊടുത്തിരിക്കുന്ന ഓപ്ഷനിൽ എന്തെങ്കിലും നമുക്ക് കിട്ടുന്ന ഏതെങ്കിലും രീതിയിലുണ്ടോ എന്നുള്ളെങ്കിൽ നമ്മൾ ചോദിക്കും, അല്ലേ? അങ്ങനെയാണ് നമ്മൾ നോക്കുക. ഓപ്ഷനുമായിട്ട് എന്തെങ്കിലും നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് നോക്കും. അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് ഈ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ഈ ഒരു തന്നിരിക്കുന്ന എഡിറ്റോറിയൽ ടോപ്പിക്ക് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ ന്യൂട്രൽ ആണോ എന്നുള്ളത് നോക്കും. ന്യൂട്രൽ ആയി കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്, കാരണം അതിൽ പോസിറ്റീവ് സാധനങ്ങളും വരാനുള്ള ചാൻസ് ഉണ്ട്, നെഗറ്റീവും വരാനുള്ള ചാൻസ് ഉണ്ട്. ഞാൻ ഈ പറഞ്ഞ പോസിറ്റീവ് നെഗറ്റീവ് സാധനം നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ യെസ് എന്ന് പറയാം, ഇല്ലെങ്കിൽ നോ എന്ന് പറയാം. പ്ലീസ് ഫാസ്റ്റ്. എനിക്കൊന്നും കൂടെ റിപ്പീറ്റ് പോവാനാണ്. ഞാൻ പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഈ പോസിറ്റീവും നെഗറ്റീവും എന്തിനാണ് എന്നുള്ളത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ യെസ് പറയാം, ഇല്ലെങ്കിൽ നോ പറയാം. ഓക്കെ. ഹായ് റജിൻ, ഗുഡ് ഈവനിങ്. ബാക്കിയുള്ളവരുടെയൊക്കെ സ്റ്റാറ്റസ് എന്താ? സിയാന, നസിഹ, അനു ശങ്കർ, പ്ലീസ് റെസ്പോണ്ട്. യെസ്, ടോൺ ഓഫ് ദ പാരഗ്രാഫ്. എക്സാക്ട്ലി അത് തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഈ ടോൺ ഓഫ് ദ പാരഗ്രാഫ് നിങ്ങൾക്ക് മുന്നേ അറിയുമെങ്കിൽ നിങ്ങൾ യെസ് പറയാ, ഇല്ലെങ്കിൽ നോ പറയാ. നിങ്ങൾ നോ ആണ് നിങ്ങൾ ആൻസർ എന്നുണ്ടെങ്കിൽ മടിക്കണ്ട, നിങ്ങൾ പറഞ്ഞോ, ഞാൻ റിപ്പീറ്റ് പോവും. അതിനാണ് ഞാൻ ചോദിക്കുന്നത്. എല്ലാവരും ഓക്കെ ആണ്? ഓക്കെ, എന്നാൽ നമുക്ക് മുന്നോട്ട് പോവാം. അപ്പോൾ ഈ ടോൺ ഓഫ് ദ പാരഗ്രാഫ് എന്താണ്, ടോൺ ഓഫ് ദ പാസേജ് എന്താണ് എന്നുള്ളത് അറിഞ്ഞിരിക്കല് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു സാധനം വായിക്കുമ്പോൾ സെക്കൻഡ് ടൈറ്റിൽ അല്ലെങ്കിൽ ഫസ്റ്റ് ടൈറ്റിലിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇത് ഏത് തരത്തിലുള്ള ഒരു പാസേജ് ആണെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഏതാണ് പോസിറ്റീവ് or നെഗറ്റീവ്? പോസിറ്റീവ്, നെഗറ്റീവ്? പോസിറ്റീവ് ആണ്. യെസ്, അപ്പോ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു പാസേജ് ആണ് നമുക്ക് ഇന്നുള്ളത്. തുടങ്ങാം അല്ലെ?
Goods and service tax GST revenue trends have been considerably wobbly this financial year. Wobbly ഞാൻ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. ബാക്കി വേറെ ഏതെങ്കിലും വേർഡ്സ് നിങ്ങൾക്ക് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. Even as 3 of its 7 months so far have recorded among the highest collections from the indirect tax. While the year started with a bang as April clocked the first ever instance of revenues of over 2 lakh crore. Okay, with gross and net receipts rising 12.4% and 15.5% respectively, bolstered by year-end filings. July's gross receipts were the third highest at the time at over 1.82 lakh crore, up 10.3%. October's GST receipts prior to refunds released on Friday were the second highest in the 7 odd year of the tax. But these spikes have been punctuated by underwhelming numbers. Growth in gross revenues had hit a 3-year low of 7.3% in June and worsened to a 40-month low of 6.5% in September. October's revenue before adjusting refunds to taxpayers break a 2-month streak of sequential dips, with year-on-year growth recovering to 8.9%. Net revenues grew at a slower 7.9%, but doubled from September's 3.9% uptick. While this marks an improvement, the overall growth of net GST revenues this year has still declined to 9%, from about 10.2% as of August. From the fiscal perspective, indirect taxes will have to grow faster in the month ahead to meet the budget target, but that may not be a significant risk to the deficit yet. Deficit നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ടോ ഉണ്ടെന്ന് തോന്നുന്നു. Deficit yet. As direct taxes and tax revenues have been doing well, revenue and capital spending have been on a tight leash too. Of course, a month's GST revenues are linked to transactions that take place in the preceding month, and GST is a tax on consumption. So, last month's revenues are the first signal of private consumption trends this festive season. Although significant purchases may have slowed in the later half of September amid the 16th day Pitru Paksha. Okay. The RBI in its October bulletin had termed recent months GST trends to be a sign of slackening momentum in the economy, but pinned its hopes on improved festive demand and consumer sentiment. In that context, the latest GST receipts are a good omen, but November's receipts for last month's activity will lend greater clarity on whether these hopes are well placed. The Dussehra and Deepavali falling in October, unlike last year, initial car sales data suggests a K-shaped situation with the pricier SUVs growing fast while overall sales straddled the middle lane. However this plays out, the GST Council that meets soon must not be deterred from expediting the rate rationalization exercise, including the lowering of taxes on items such as cement and insurance, which could spur higher sales volume and compensate for any revenue losses. So this is our deficit എന്ന് പറഞ്ഞാൽ കുറവാണ്.
ദിസ് ഈസ് അവർ എഡിറ്റോറിയൽ. എന്താണ് വായിച്ചിട്ട് നിങ്ങൾക്ക് തോന്നുന്നത്? എന്തെങ്കിലും മനസ്സിലായോ? ഈസി അല്ലേ? ഞാൻ ഈ അണ്ടർലൈൻ ചെയ്തിട്ടുള്ള വേർഡ്സ് അല്ലാതെ വേറെ ഏതെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിന്റെ ലാസ്റ്റ് ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം കേട്ടോ. അതായത് നമ്മൾ എഡിറ്റോറിയൽ റീഡ് ചെയ്യില്ലേ, ഒന്നും കൂടെ ഒരു ഡീപ്പ് റീഡ് നമ്മൾ പോവില്ലേ, ആ സമയത്ത് നമുക്ക് നിങ്ങൾക്ക് കിട്ടാത്ത വേർഡ്സ് നിങ്ങൾ എഴുതിയത് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇപ്പൊ നമുക്ക് ഫസ്റ്റ് എന്ത് ചെയ്യാം, നമുക്ക് ഈ അണ്ടർലൈൻ ചെയ്തിട്ടുള്ള വേർഡ്സിനെ ഡിസ്കസ് ചെയ്യാം. റെജിൻ. ഓക്കെ, റിപ്പർകഷൻ നമുക്ക് പറയാം. റിപ്പർകഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യാഘാതങ്ങൾ, അതായത് കോൺസിക്വൻസ്, റിസൾട്ട്, എഫക്റ്റ് എന്നൊക്കെ പറയാം. ആൻഡ് അതിന്റെ ആന്റണിമായിട്ട് എലിമിനേഷൻ, അതായത് കോൺസിക്വൻസസ് ഒന്നും ഇല്ലാതെ, പ്രത്യാഘാതങ്ങളൊന്നും ഇല്ലാതെ പുറത്തു പോവുക, എലിമിനേഷൻ, എക്സ്ക്ലൂഷൻ, നെഗ്ലക്റ്റിംഗ്, റിജക്ഷൻ, ഇതൊക്കെ അതിന്റെ ആന്റണിമായിട്ട് പറയും. അപ്പോ ഈ 3 വേർഡ്സും നമുക്ക് പരിചയമുള്ളതാണ്. ഏതൊക്കെ? കോൺസിക്വൻസും, റിസൾട്ടും, എഫക്റ്റും. ബട്ട് ദിസ് റിപ്പർകഷൻ എന്ന് പറയുന്നത് നമുക്ക് അത്ര പരിചയമില്ലാത്ത വേർഡാണ്. അതുകൊണ്ട് മസ്റ്റ് ആയിട്ട്, ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുക. റിപ്പർകഷൻ, കോൺസിക്വൻസ്, റിസൾട്ട്, എഫക്റ്റ് എന്നൊക്കെ പറയാം. ഒരു എക്സാമ്പിള് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. The legacy of World War II continues to have repercussion on the bilateral relationship. ബൈലാറ്ററൽ റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. അപ്പോൾ ഇതിന്റെ മീനിങ് ഇനി ഞാൻ പറയൂല. The legacy of World War II continues to have repercussion on the bilateral relationship. എന്താ പറയുന്നത്? വേൾഡ് വാർ സെക്കൻഡിന്റെ ആ ഒരു ലെഗസി ഇപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്? ബൈലാറ്ററൽ റിലേഷൻഷിപ്പിൽ റിപ്പർകഷൻ, അതിന്റെ കോൺസിക്വൻസസ്, അതിന്റെ റിസൾട്ടുകൾ ഇപ്പോഴും കാണപ്പെടുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ളത് ബൈലേറ്ററൽ, ഇന്റർനാഷണൽ, അങ്ങനെയൊക്കെ പറയാം നമുക്ക്. ആൻഡ് ദ നെക്സ്റ്റ് വൺസ് വോബ്ലി. വോബ്ലി വോബ്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിഭ്രമിക്കുക, ലൈക്ക് ഷെയ്ക്കി. ഒരു കാര്യത്തിൽ ഇങ്ങനെ നമ്മൾ മുഴുവനായിട്ട് ഉറച്ചു നിൽക്കാതിരിക്കുക എന്നുള്ളതിന് നമുക്ക് വോബ്ലി പറയാം. അല്ലെങ്കിൽ ഷെയ്ക്കിംഗ് എന്നുള്ളതിന് പറയാം അൺസ്റ്റേബിൾ, അൺസ്റ്റഡി. അപ്പൊ അതിന്റെ ആന്റണിം എന്തായിരിക്കും? ഒബ്വിയസ്ലി സ്റ്റേബിൾ, സ്റ്റഡി എന്നൊക്കെ അതിന്റെ ആന്റണിം ആയിട്ട് വരും. വോബ്ലി, പരിഭ്രമിക്കുക. ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് നമ്മൾ കേട്ടിട്ടുണ്ടാവും, പക്ഷെ ഇത് അത്ര കേൾക്കാത്ത വേർഡാണ്. അതുകൊണ്ട് ഒന്ന് മൈൻഡ് ആക്കുക കേട്ടോ. അപ്പോ അതിന്റെ എക്സാമ്പിൾ വന്നിട്ട് ഐ വാസ് സിറ്റിംഗ് ഓൺ എ വോബ്ലി പ്ലാസ്റ്റിക് ചെയർ. എന്താണ്? ഞാൻ ഒരു വോബ്ലി പ്ലാസ്റ്റിക് ചെയറിൽ ഐ വാസ് സിറ്റിംഗ്, ഞാൻ ഇരിക്കുകയായിരുന്നു. വോബ്ലി എന്ന് പറയുന്നത് നമ്മുടെ ഇത് നോക്കേണ്ടി വരും. Goods and service tax revenue trends have been considerably wobbly this financial year. Wobbly എന്ന് പറയുന്നത് adjective അല്ല, noun ആണ്. wobbly. ഇവിടെ wobbly adjective ആണ് ട്ടോ. പ്ലാസ്റ്റിക് ചെയർ എന്നുള്ളത് ഇവിടെ adjective ആണ്, പ്ലാസ്റ്റിക് ചെയറിന്റെ ഇതായിട്ട് വരുന്നത്. അതാണ് ഞാൻ അത് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട് റെജിൻ. ഞാൻ അതൊന്ന് ഇതിലൊരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഞാൻ എന്താന്ന് വെച്ചാല് നമ്മൾ ചിലപ്പം അത് ഇപ്പൊ നമ്മൾ എക്സാമ്പിൾ കൊടുക്കുമ്പോൾ തന്നെ അതിന്റെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. അതായത് ചിലപ്പോൾ അഡ്വേർബ്, അഡ്ജക്റ്റീവ് അങ്ങനെ ഇങ്ങനെയൊക്കെ മാറി പോവാറുണ്ട്. ഈ ഭയങ്കര ഡിഫറൻസ് വരുന്ന വേർഡ്സ് ഉണ്ടല്ലോ, അതായത് ഇപ്പം നൗണില് വേറെ, വേർബില് വേറെ, അങ്ങനത്തെ ഒരു വേർഡ്. ഇത് അതിന് ഒരു എക്സാമ്പിൾ ഞാൻ എടുത്തതാണ്. ഇത് നോക്കി, ഗ്രോസ് എന്ന് പറയുമ്പം മൊത്തത്തിലുള്ള എന്ന് നമുക്ക് പറയാം. ഇനി അതിന്റെ അഡ്ജക്റ്റീവ് ആയിട്ട് പറയുന്നത്, ഇത് അഡ്ജക്റ്റീവിലുണ്ട്, ആഡ്വേർബിലുണ്ട്, വേർബിലുണ്ട്, നൗണിലുണ്ട് ഇതിന് മീനിങ്. അപ്പോ കോണ്ടെക്സ്റ്റിനനുസരിച്ചിട്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ മാറ്റങ്ങൾ വരും.
അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വേർഡ് 4 കിടക്കുന്നുണ്ട്, അതുകൊണ്ട് ഇത് എടുത്തത്. ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് പറയാൻ വേണ്ടിയിട്ട് ഞാൻ എന്തുകൊണ്ട് അത് ആഡ് ചെയ്യുന്നില്ല എന്നുള്ളത്. ഈ ഗ്രോസ് എന്ന് പറഞ്ഞാല് നമുക്കൊരു മലയാളം മീനിങ് ആയിട്ട് മൊത്തത്തിലുള്ള എന്നുള്ളത് എടുക്കാം. പക്ഷേ ഇവിടെ നോക്കിയേ, അതിന്റെ അഡ്ജക്റ്റീവ് ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ എവിഡന്റ്, കോൺസ്പീഷ്യസ്, ഓവേർട്ട് എന്നിങ്ങനെ വരും. ഇനി ആ അഡ്ജക്റ്റീവ് തന്നെ അതൊരു ഇൻകമില് അല്ലെങ്കിൽ പ്രോഫിറ്റില് ഇൻട്രസ്റ്റിലൊക്കെയാണ് എന്ന് പറയുന്നുണ്ടെങ്കിൽ ടോട്ടൽ, മൊത്തത്തിലുള്ള, ഓൾ, എൻറ്റയർ, ഇങ്ങനെയും ഈ ഗ്രോസ് എന്നുള്ളത് വരും. ഓക്കെ, അതായത് ഇപ്പൊ നമ്മൾ ഇൻകമിനെ കുറിച്ചിട്ട്, പ്രോഫിറ്റിനെ കുറിച്ചിട്ട്, ഇൻട്രസ്റ്റ്, ഫിനാൻഷ്യലി ആയിട്ട് അതിനെ പറയാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു മീനിങ് ആണ് വരിക, മൊത്തത്തിലുള്ള. അതാണ് ഇവിടെ ഞാൻ കൊടുത്തിട്ടുള്ളത്, മൊത്തത്തിലുള്ള എന്നുള്ളത്. ഇനി അതന്നെ ആ ഗ്രോസ് തന്നെ ആഡ്വേർബിൽ വരികയാണെന്നുണ്ടെങ്കിൽ വിത്തൗട്ട് ടാക്സ്. ഒരു ആഡ്വേർബ് എന്ന് പറയുമ്പോൾ ഒരു വേർബിന്റെ മുമ്പ് അല്ലെങ്കിൽ വേർബിന്റെ കൂടെയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ അതിന്റെ മീനിങ് എന്തായി? വിത്തൗട്ട് ടാക്സ് എന്നായി. ഇനി അതേ സാധനം വേർബിൽ വരികയാണെന്നുണ്ടെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യുക, ഏൺ ചെയ്യുക എന്നുള്ളതായി. അതേ സാധനം നൗണിലാണ് എന്നുണ്ടെങ്കിൽ എ ഗ്രോസ് പ്രോഫിറ്റ്, ലാഭം അല്ലെങ്കിൽ ഇൻകം എന്നുള്ളതായി. ഇതാണ് ഒരു വേർഡിന്റെ, നമ്മൾ ചുരുക്കി പറയാണ് എന്നുണ്ടെങ്കിൽ ഒരു വേർഡ് എടുത്തു കഴിഞ്ഞാൽ ഇതാണ് അതിന്റെ അവസ്ഥ. അപ്പോൾ ഞാൻ അങ്ങനെ എടുക്കാത്തതിന്റെ കാരണം ഇതുകൊണ്ടാണ്. ചിലപ്പോൾ നമ്മൾ പല മീനിങ്ങും ഉണ്ടാവും അതിന്. ഞാൻ ഇവിടെയുള്ള മീനിങ് വെച്ചിട്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നത്. ഇത് ഞാൻ അതിന് ചെറിയൊരു എക്സാമ്പിൾ എടുത്തതാണ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോ നിങ്ങൾ ഡൗട്ടുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും വേർഡ് നിങ്ങൾ വേറൊരു കോണ്ടെക്സ്റ്റിലും കൂടെ കേട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിനെ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക, അതിന്റെ മീനിങ് നോക്കുക. അപ്പൊ അതിൽ ചിലപ്പോൾ ഉണ്ടാവും നിങ്ങൾ കേട്ടിട്ടുള്ള 2 മീനിങ്ങുകളും അതിനുണ്ടാവും. അപ്പൊ അത് ഇതേപോലെ നമ്മുടെ ഏതൊക്കെയാണോ പാർട്ടിക്കിൾസ് അതിനനുസരിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാനുള്ള സാധ്യത ഉണ്ട്. ഓക്കെ, അപ്പൊ ഗ്രോസ് എന്ന് പറഞ്ഞാല് ടോട്ടൽ അല്ലെങ്കിൽ ഓൾ, എൻറ്റയർ എന്നൊക്കെ നമുക്ക് എടുക്കാം. ക്ലിയർ? ഇനി നെക്സ്റ്റ് വൺ, ബോൾസ്റ്റേർഡ്. ബോൾസ്റ്റേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശക്തിപ്പെടുത്താം, ടു മേക്ക് സ്ട്രോങ്ങർ. ആന്റണിമായിട്ട് അണ്ടർമൈൻ. അണ്ടർമൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? അണ്ടർമൈൻ, ശക്തിപ്പെടുത്തുക എന്നുള്ളതിന്റെ ആന്റണിം എന്തായിരിക്കും? അതിനെ ദുർബലപ്പെടുത്തുക അല്ലെങ്കിൽ അതിനെ കുറച്ചും കൂടെ വീക്കൻ ചെയ്യാം. അപ്പോ ബോൾസ്റ്റേർഡ് ശക്തിപ്പെടുത്തി, സിനണിം ടു മേക്ക് സ്ട്രോങ്ങർ അങ്ങനെ കൊടുക്കാം. ആന്റണിമായിട്ട് അണ്ടർമൈൻ. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഷീ കെയിം വിത്ത് മീ ടു ബോൾസ്റ്റർ മൈ കോൺഫിഡൻസ്. അവൾ എൻ്റെ കൂടെ എന്തിനാ വന്നേ? ടു ബോൾസ്റ്റർ മൈ കോൺഫിഡൻസ്, ടു ഇൻക്രീസ് മൈ കോൺഫിഡൻസ്. ഇവിടെ നമുക്ക് ഇൻക്രീസ്, എൻകറേജ് എന്നൊക്കെ കൊടുക്കാട്ടോ. എൻകറേജ് ഇതൊക്കെ കൊടുക്കേ. ടു ഇൻക്രീസ് മൈ കോൺഫിഡൻസ്. യെസ്, വി ക്യാൻ അണ്ടർമൈൻ. നെക്സ്റ്റ് വൺ, സ്പൈക്സ്. സ്പൈക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യില്ലേ ഈ സ്പോർട്സ് ഷൂ, അതിനും നമ്മൾ സ്പൈക്സ് എന്ന്, റണ്ണിങ് സ്പൈക്സ് യൂസ് ചെയ്യാറുണ്ട്. ആ ഷൂവിനും നമ്മൾ സ്പൈക്സ് എന്ന് പറയാറുണ്ട്. ശരിക്കും അതിന്റെ അറ്റം അല്ലെങ്കിൽ ഏറ്റവും കൂർത്ത, മൊനയുള്ള എന്നൊക്കെയുള്ളൊരു മീനിങ് ആണ്. സിനണിമായിട്ട് പോയിന്റ്, സ്പിറ്റ്, പ്രോങ് എന്നൊക്കെ പറയാം. ആന്റണിം ഡ്രോപ്പ്, ഫോൾ. ബൂട്ടിനെ നമ്മൾ പറയാറുണ്ട്. യെസ്, അപ്പൊ ആന്റണിമായിട്ട് ഡ്രോപ്പ് ചെയ്യുക, അതിന്റെ ഏറ്റവും താഴെയുള്ളത് അല്ലെങ്കിൽ ഫോൾ ചെയ്യുക എന്ന് പറയാം. ഒരു എക്സാമ്പിൾ കൊടുക്കാം. ദ കോൺക്രീറ്റ് ഹാഡ് സ്പൈക്സ് സ്റ്റിക്കിംഗ് ഔട്ട് ഓഫ് ഇറ്റ്. കോൺക്രീറ്റിൽ എന്തൊട്ടി പിടിച്ചിട്ടുണ്ട്? സ്പൈക്സ്, മുള്ളുകള് സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോ സ്പൈക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുള്ളുകൾ അല്ലെങ്കിൽ അതിന്റെ അറ്റം എന്നൊക്കെ പറയാം. അടുത്ത് വന്നിട്ട് അണ്ടർവെൽമിങ്. അണ്ടർവെൽമിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിരാശപ്പെടുത്തുക. ഒരു കാര്യത്തിൽ നമ്മൾ ഒരാളെ നിരാശപ്പെടുത്താം. സിനണിമായിട്ട് ബോറിങ്, ടയറിങ്, വെയറിങ് ഒക്കെ പറയാം. ആന്റണിം ഓവർവെൽ. നിരാശപ്പെടുത്തുന്നതിന്റെ ഇതെന്തായിരിക്കും? ആന്റണിമായിട്ട് എന്തായിരിക്കും? അയാൾക്ക് കൂടുതൽ നമ്മൾ അയാളെ എൻകറേജ് ചെയ്യുക അല്ലെങ്കിൽ അയാളെ ഒന്നും കൂടെ
സന്തോഷിപ്പിക്കുക എന്നൊക്കെ ഉള്ളതാണ് ഓവർവെൽം എന്ന് പറഞ്ഞാൽ. ഇറ്റ് വാസ് ഓൾ എ ബിറ്റ് അണ്ടർവെൽമിങ്. അത് എല്ലാം ഒരു തരത്തിലൊരു നിരാശപ്പെടുത്തലായിരുന്നു എന്നാണ് എക്സാമ്പിൾ കൊടുത്തിട്ടുള്ളത്. ഇറ്റ് വാസ് ഓൾ എ ബിറ്റ് അണ്ടർവെൽമിങ്, നിരാശപ്പെടുത്തുക കേട്ടോ. അടുത്തത് സ്ട്രീക്ക്. സ്ട്രീക്ക് ഈ വേർഡ് നിങ്ങൾ വേറെ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? സ്ട്രീക്ക് സിനണിം ആയിട്ട് സ്ട്രിപ്പ് ലൈൻ എന്നൊക്കെ പറയാം. സ്ട്രിപ്പ് ലൈൻ. സ്ട്രീക്ക് വേറെ ഏതെങ്കിലും ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ കേട്ട ഒരു വേർഡ് ഉണ്ടോ? We have had a streak of good luck. ഗുഡ് ലക്കിന്റെ, അതായത് ഭാഗ്യത്തിന്റെ ഒരു നല്ലൊരു ടൈം തന്നെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. സ്ട്രീക്ക്, ലൈറ്റ് സ്ട്രീക്സ്. അതെന്താ റെജിൻ ലൈറ്റ് സ്ട്രീക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ലൈറ്റ് സ്ട്രീക്സ് ഞാൻ കേട്ടിട്ടില്ലല്ലോ. ഓക്കെ. ദെൻ ഡിപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുക്കുക. നമ്മള് താഴ്ന്നു എന്നുള്ളൊരു മീനിങ് ഉണ്ട്. അതേപോലെ തന്നെ നമ്മൾ ഈ വെള്ളത്തില് അല്ലെങ്കിൽ ബിസ്ക്കറ്റ് നമ്മൾ ചായയിലൊക്കെ ഒപ്പില്ലേ, ഡിപ്പ് ചെയ്യാം, അതിനും നമുക്ക് ഡിപ്സ് എന്ന് പറയാം. ഓക്കെ, അങ്ങനെ യൂസ് ചെയ്യാം. ഡിപ്സ് എന്താണ്? ലേസർ അടിക്കുമ്പോൾ ആ ലൈറ്റ് പോകുന്ന വഴി ഇല്ലുമിനേഷൻ ആവില്ലേ, അതിനെയാണോ ആ ലൈറ്റ് സ്ട്രീക്ക് എന്ന് പറയുന്നത്? ഓക്കെ, നെക്സ്റ്റ് കേട്ടോ. ഡിപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താഴുക. ഇപ്പൊ സിനണിമായിട്ട് ഡെങ്ക്, സിങ്ക്, സോക്ക്. സോക്ക് ചെയ്യാന്നാൽ എന്താ? നമ്മൾ എന്തെങ്കിലും ഒരു സാധനം വെള്ളത്തിൽ ഇട്ടിട്ട് ഇങ്ങനെ സോക്ക് ചെയ്യാൻ വെക്കുക. അത് കുതിരാൻ വെക്കുന്നതിനൊക്കെ നമുക്ക് സോക്ക് ചെയ്യാൻ വെക്കുക എന്ന് പറയും. ആന്റണിയുമായിട്ട് റൈസ് ചെയ്യുക. താഴെ എന്ന് പറയുമ്പോൾ അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് റൈസ് എന്നുള്ളത് കൊടുക്കാം. ആൻഡ് ദ എക്സാമ്പിൾ ഈസ് എ ഡിപ്പ് ഇൻ ദ ഷെയർ പ്രൈസ്. ഡിപ്പ് എന്ന് പറയുമ്പോൾ ഷെയർ പ്രൈസിലുള്ള ഡിപ്പ്, താഴ്ച എന്ന് പറയാം. എ ഡിപ്പ് ഇൻ ദ ഷെയർ പ്രൈസ്. ഡിപ്സ് ക്ലിയർ അല്ലേ? ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് അപ്റ്റിക്. അപ്റ്റിക് ഈ വേർഡ് നിങ്ങൾ മുന്നേ കേട്ടിട്ടുണ്ടോ? അപ്റ്റിക് ഉയർച്ച, ഇൻക്രീസ്, ബൂസ്റ്റ്, ഗെയിൻ എന്നൊക്കെ പറയാം. അപ്റ്റിക്. ആന്റണിയുമായിട്ട് എന്ത് കൊടുക്കാം? അപ്പ്, ഡൗൺ, ഡൗൺ ടിക്ക്. ഇൻക്രീസ്, ബൂസ്റ്റ്, ഗെയിൻ. എടോ നിങ്ങൾക്ക് എത്താൻ പറ്റുന്നില്ല, ഞാൻ കുറച്ചൊന്ന് ഫാസ്റ്റ് ആയി എന്ന് തോന്നുന്നു എനിക്ക്. നിങ്ങൾക്ക് നോട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഓക്കെ ആണല്ലോ അല്ലേ? എല്ലാവർക്കും ഓക്കെ അല്ലേ? ഞാൻ കുറച്ച് സ്പീഡപ്പ് ആയിട്ട് പോകുന്നുണ്ട് എന്ന്, അതായത് ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഇതിന്റെ മീനിങ് നിങ്ങൾക്ക് എഴുതാനുള്ളൊരു ടൈം ഞാൻ കണ്ടിട്ടില്ല എന്ന്, സോറി. നിങ്ങൾക്ക് കിട്ടും. അതായത് ഇപ്പൊ നിങ്ങൾക്ക് മീനിങ് അറിഞ്ഞു കഴിഞ്ഞാൽ സിനണിം എല്ലാം നമുക്ക് സെയിം ആണ്. പക്ഷെ മുകളിലുള്ള സാധനത്തിന്റെ മീനിങ് അറിയാ എന്നുള്ളത് മാത്രമാണ് ടാസ്ക് ആയിട്ടുള്ള കാര്യം. അപ്പോ ഏതെങ്കിലും ഒരു മീനിങ് നിങ്ങൾക്ക് ഇപ്പൊ ഇതിൽ തന്നെ അപ്റ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉയർച്ചയാണ് എന്നുണ്ടെങ്കിൽ ഇൻക്രീസ് എഴുതി വെച്ചാൽ മതി സിനണിമായിട്ട്. അതിന്റെ ആന്റണിയുമായിട്ട് ഡൗൺ ടിക്ക്. ബാക്കി നിങ്ങൾക്ക് അറിയാലോ, ഇൻക്രീസിന്റെ കൂടെ ബൂസ്റ്റ്, ഗെയിൻ, ഇതെല്ലാം ഇൻക്രീസിന്റെ സിനണിംസ് ആണ്. പിന്നെ അഥവാ കൊടുത്തിരിക്കുന്ന എല്ലാ സിനണിംസും നിങ്ങൾക്ക് കിട്ടാത്തതാണ് അല്ലെങ്കിൽ പരിചയമില്ലാത്തതാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എഴുതിയെടുക്കാം. ഓക്കെ, അപ്പോ എക്സാമ്പിൾ കൊടുക്കുന്നേ. The 70s saw an uptick in the number of houses constructed and spread more to the east.
70s uptick in the number of houses constructed. വീടുകൾ ഉണ്ടാക്കുന്നതിലുള്ള നമ്പർ ഓഫ് വീടുകൾ ഉണ്ടാക്കല് കുറെ കൂടുതലായിട്ടുണ്ടായിരുന്നു. ഏത് സമയത്ത്? 70s. ആൻഡ് സ്പ്രെഡ് മോർ ടു ദ ഈസ്റ്റ്. അത് എങ്ങോട്ടേക്കാണ് പിന്നീട് അതിങ്ങനെ സ്പ്രെഡ് ചെയ്ത് വന്നത്? ഈസ്റ്റിലേക്ക്. അപ്പോ ഇവിടെ ഉപയോഗിക്കുന്നത് ഉയർച്ച അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിലുള്ള വളർച്ച എന്നൊക്കെ നമുക്ക് പറയാം. ഓക്കെ. The next one, fiscal. Fiscal എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാമ്പത്തികമായിട്ടുള്ള, ഫിനാൻഷ്യൽ, എക്കണോമിക്, മോണിറ്ററി എന്നൊക്കെ പറയാം. The Chancellor has maintained a tight fiscal policy throughout the year. Chancellor ഒരു ടൈറ്റ് ഫിസ്ക്കൽ പോളിസി തന്നെ throughout the year, അതായത് വർഷം മുഴുവന് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. സാമ്പത്തികമായിട്ടുള്ള പോളിസി, സാമ്പത്തിക പോളിസി, ഫിനാൻഷ്യൽ പോളിസി, ഫിസ്ക്കൽ പോളിസി രണ്ടും സെയിം ആണ്. ഓക്കെ. യെസ്, ഫിസ്ക്കൽ ഇയർ, സാമ്പത്തിക വർഷം. നെക്സ്റ്റ് വൺ, ഡെഫിസിറ്റ്. ഡെഫിസിറ്റ് അഭാവം, ഷോർട്ടേജ്, സ്ലിപ്പേജ്. സ്ലിപ്പേജ് ഈ വേർഡും കൂടെ ഒന്ന് എഴുതി വെക്കൊണ്ടു കേട്ടോ. ഇത് ചിലപ്പം ഇത് നിങ്ങൾക്ക് അറിയുന്നതാണ്. സ്ലിപ്പേജ് അറിയാത്തവരുണ്ടെങ്കിൽ നോട്ട് ചെയ്ത് വെക്കണേ. ഇത് എഴുതണമെന്നില്ല, ഇത് എഴുതിയാൽ മതി. അബൻഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? അബൻഡൻസ് ഒരുപാട്, അതായത് മോർ ദാൻ, നമ്മൾ വിചാരിക്കുന്നതിലും അപ്പുറം. അബൻഡൻസ് ഓഫ് എന്ന് പറയാറുണ്ട്. The balance of payments is again in deficit. Balance of payment, പേയ്മെന്റിന്റെ ബാലൻസ് again ഡെഫിസിറ്റ് ആണ്, വീണ്ടും കുറവാണ്. അപ്പോ ഷോർട്ടേജ് പറയാം, സ്ലിപ്പേജ് പറയാം. അബൻഡൻസ് ആന്റണിം ആയിട്ട്. ഓക്കെ. നെക്സ്റ്റ് വൺ, ലീഷ്, കൂട്ടിക്കെട്ടുക. ചെയിൻ, കോഡ്, ടെതർ, അതായത് ഇങ്ങനെ കെട്ടിയിട്ടുള്ള എന്നുള്ളൊരു മീനിങ് ആണ്. ആന്റണിം റിലീസ്, കെട്ടുക, റിലീസ് ചെയ്യുക. ഹി ഹാഡ് ഹിസ് ഡോഗ് ഓൺ എ ലീഷ്. ആളുടെ ഡോഗിനെ എന്ത് ചെയ്തിട്ടുണ്ട്? കെട്ടിയിട്ടുണ്ട്. ലീഷ്, കെട്ടുക. നെക്സ്റ്റ് വൺ, ലേറ്റർ. ഇത് രണ്ടും ഏകദേശം സെയിം തന്നെയാണ് കേട്ടോ. അവസാനത്തെ ഇത് ലേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശേഷം വരുന്ന, അതേപോലെ തന്നെയാണ് ഈ LATTER. രണ്ടാമത്തേത് അല്ലെങ്കിൽ ലാസ്റ്റ് വൺ എന്നൊക്കെ പറയാം. സിനണിം ആയിട്ട് ലേറ്റർ, ക്ലോസിംഗ്, എൻഡ്. ആന്റണിം ആയിട്ട് പ്രയർ, the first one, prayer. The later half of 1989, രണ്ടാമത്തെ ഹാഫ്, അതായത് ഫസ്റ്റ് ഹാഫ്, സെക്കൻഡ് ഹാഫ്. സെക്കൻഡ് ഹാഫ് എന്നുള്ളതിനെ, സെക്കൻഡ് ഹാഫ് എന്നുള്ളതിനെ ലേറ്റർ ഹാഫ്. The later half of 1989. നെക്സ്റ്റ് വൺ, സ്ലക്കനിങ്. സ്ലാക്കനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മന്ദഗതി. മന്ദഗതി പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ അല്ലെ, പതുക്കെ, സ്ലോ. സിനണിം ആയിട്ട് ലൂസൻ, റിലീസ്. ആന്റണിം ആയിട്ട് ടൈറ്റൻ, സ്പീഡപ്പ്. സ്പീഡപ്പ് ആവുക, ടൈറ്റൻ ആവുക എന്നൊക്കെ പറയാം. സിനണിം ആയിട്ട് ലൂസൻ ചെയ്യുക, വളരെ സ്ലോ ആവുക, ലൂസൻ, അതിനെ നഷ്ടപ്പെടുത്തുക എന്നൊക്കെ ഉള്ളത്. റിലീസ് ചെയ്യുക. The river flow was slackening off now. റിവർ ഇപ്പൊ എങ്ങനെയാ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്? വളരെ സ്ലോ ആണ്, വളരെ കാമായിട്ട്, സ്ലോ ആയിട്ടാണ് ഇപ്പോൾ റിവർ ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നാണ് എക്സാമ്പിൾ പറയുന്നത്. നിങ്ങൾക്ക് പറയുന്നതിൽ എന്തെങ്കിലും മനസ്സിലാവാത്തുണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യണം കേട്ടോ. ക്ലിയർ? ഓക്കെ. ഇനി ഞാൻ ഈ കെ ഷേപ്ഡ് എന്നുള്ളതിന്റെ താഴെ ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു.
കെ ഷേപ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ആൻ എക്കണോമി, അതായത് ഒരു കെ ഷേപ്ഡ് എക്കണോമി അങ്ങനെയാണ്. K-shaped economy is a financial landscape where the impact of economic challengesൽ ഉണ്ടാവുന്ന ഇമ്പാക്റ്റ്, അതായത് അതിൻ്റെ ഇമ്പാക്റ്റുകൾ ഇസ് നോട്ട് യൂണിഫോം ഫോർ എവ്രി വൺ, എല്ലാവർക്കും ഒരുപോലെ അല്ല. ഇനി K-shaped എക്കണോമിയിൽ ഇനിയിപ്പോൾ നമ്മൾ അതാ പറയുന്നത്, K-shaped എക്കണോമിയിൽ some industries and groups rebound while others struggle. ചില ഇൻഡസ്ട്രികൾ നന്നായിട്ട് എന്ത് ചെയ്യും, റിബൗണ്ട് ചെയ്യും, അതായത് അവർക്ക് കൂടുതലായിട്ട് ആ സമയത്ത് കുറച്ച് ഇൻക്രിമെന്റ് ഉണ്ടാവും. പക്ഷേ മറ്റുള്ളവർക്ക് അതെന്താവില്ല, അത് അവര് ആ ഒരു സമയത്ത് സ്ട്രഗിൾ ആയിരിക്കും ചെയ്യുന്നത്. ക്രിയേറ്റിംഗ് എ ഗ്യാപ്പ് ബിറ്റ്വീൻ ദോസ് ഹു ബൗൺസ് ബാക്ക് ആൻഡ് ദോസ് ഹു ഡു നോട്ട്. അതായത് ഈ ചില ആളുകൾ അതിനെ ബൗൺസ് ചെയ്യുന്നതും, അതായത് ഉയർന്ന ആളുകളും അതിലേക്ക് വരാൻ പറ്റാത്തതായിട്ടുള്ള ആ ഒരു ഗ്യാപ്പ് ക്രിയേറ്റ് ചെയ്യുന്നതിനെയാണ് കെ ഷേപ്ഡ് എക്കണോമി എന്നുള്ളത് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഡൗട്ട് ഉണ്ടോ? കെ ഷേപ്ഡ് എക്കണോമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്കണോമി ഈസ് എ ഫിനാൻഷ്യൽ ലാൻഡ്സ്കേപ്പ് വേർ ദ ഇമ്പാക്ട് ഓഫ് എക്കണോമിക് ചലഞ്ചസ് ഈസ് നോട്ട് യൂണിഫോം ഫോർ എവ്രി വൺ. In a K-shaped economy, some industries and groups rebound while others struggle. ചിലത് നന്നായിട്ട് റിബൗണ്ട് ചെയ്യും, ബട്ട് ചില ആളുകൾ എന്ത് ചെയ്യും, ചില ഇൻഡസ്ട്രീസ് അതിൽ സ്ട്രഗിൾ ചെയ്യും. ക്രിയേറ്റിംഗ് എ ഗ്യാപ്പ് ബിറ്റ്വീൻ ദോസ് ഹു ബൗൺസ് ബാക്ക് ആൻഡ് ദോസ് ഹു ഡു നോട്ട്. ചിലതിനെ ബൗൺസ് ബാക്ക്, അവർക്ക് മുന്നോട്ട് വരാൻ പറ്റും, ചിലതിന് കഴിയില്ല. ഓക്കെ, അതാണ് കെ ഷേപ്ഡ് എക്കണോമി എന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് നമ്മൾ ഇതിൽ പറയുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാനിത് നോട്ട് ചെയ്ത് പറഞ്ഞത് കേട്ടോ. അടുത്തത് സ്ട്രാഡിൽഡ്. ഇത് നിങ്ങൾ എഴുതുന്നുണ്ടോ? കെ ഷേപ്ഡ് എക്കണോമി. Okay, സ്ട്രാഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിജീവിക്കുക, അതായത് ഒരു കാര്യത്തെ നമ്മൾ അതിജീവിക്കുക. സിനോണിമായിട്ട് പെർച്ച്, ബിസ്ട്രൈഡ് എന്ന് പറയാം. പിന്നെ കൂടുതലായിട്ടും ഈ സ്ട്രാഡിൽ എന്ന് പറയുന്ന വേർഡിന്റെ മീനിങ് ആയിട്ട് വരുന്നത് എന്താണെന്നറിയോ? നമ്മൾ ഈ കാല്, അതായത് ഒരു പ്രത്യേക ഒരു വിയേർഡ് ആയിട്ടുള്ള രീതിയിൽ, ഇപ്പം നമ്മൾ ഈ സ്കോട്ടൊക്കെ ചെയ്യില്ലേ, അതേപോലെ കുറച്ചിങ്ങനെ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് വെക്കുന്നതിനെയും നമ്മൾ ഈ സ്ട്രാഡിൽ ടൈപ്പ് അല്ലെങ്കിൽ സ്ട്രാഡിൽഡ് എന്ന് പറയാറുണ്ട്. ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് അതിജീവിക്കുക എന്നുള്ളതാണ് കേട്ടോ. A man who had straddled the issue of taxes. ടാക്സസ്, അതായത് ടാക്സസ് ഇഷ്യൂസ്, എ മാൻ ഹു ഹാഡ് സ്ട്രാഡിൽഡ്, അതിനെ അതിജീവിച്ചിട്ടുണ്ട് എന്നാ പറയുന്നത്. The next one, deterred. Deterred എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്തിരിപ്പിക്കുക. ഒരു കാര്യത്തിൽ നിന്ന് നമ്മൾ അതിനെ ഡിസ്കറേജ് ചെയ്യുക, വാൺ ചെയ്യുക, അതിന് കോഷ്യൻ കൊടുക്കുക, ഇതിനെല്ലാം നമുക്ക് ഡിറ്റേർഡ് എന്ന് പറയാം. ആന്റണിം ആയിട്ട് എൻകറേജ് പറയാം. ഡിസ്കറേജ്, എൻകറേജ്. In some instance, the weather deterred individuals from attending meeting അല്ലെങ്കിൽ attending class എന്നൊക്കെ പറയാം. ചില സമയങ്ങളിൽ വെതർ ആളുകളെ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്നതിലോ അല്ലെങ്കിൽ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നതിലൊക്കെ എന്ത് ചെയ്യാറുണ്ട്? ഡിറ്റേർഡ് ചെയ്യാറുണ്ട്, പിന്തിരിപ്പിക്കാറുണ്ട് എന്നാ പറയുന്നത്.
നെക്സ്റ്റ് വൺ എക്സ്പെഡൈറ്റിംഗ്. എക്സ്പെഡൈറ്റിംഗ് നിങ്ങൾ കേട്ടിട്ടുള്ള വേർഡ് തന്നെ ആയിരിക്കും, എന്നാലും ഞാനൊന്ന് എടുത്തതാണ്. അത് മേ ബി അറിയാത്ത ആരെങ്കിലും ഉണ്ടോ എന്ന് വിചാരിച്ച്. എക്സ്പെഡൈറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യത്തെ സ്പീഡപ്പ് ആക്കുക, ആക്സിലറേറ്റ് ചെയ്യുക, ഹറിയപ്പ് ചെയ്യുക എന്നൊക്കെ നമുക്ക് എക്സ്പെഡൈറ്റിംഗ് എന്നുള്ളത് കൊണ്ട് പറയാം. അതിന്റെ ആന്റണിമായിട്ട് എന്തായിരിക്കും അപ്പം? ഒന്നിനെ ഡിലേ ചെയ്യുക, ആക്സിലറേറ്റ് ചെയ്യുക, അതിനെ ഡിലേ ചെയ്യുക. ഹറി, ഹിൻഡർ. ഹിൻഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതിനെ ഡിലേ ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. ദ അപ്പീൽ കുഡ് എക്സ്പെഡൈറ്റ്. അപ്പീലിനെ എക്സ്പെഡൈറ്റ് ചെയ്യാൻ പറ്റും. ദ റൂളിംഗ് ഇഫ് ദ ടോപ്പ് കോർട്ട് ടേക്സ് ദ കേസ്. ടോപ്പ് കോർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ സുപ്രീം കോർട്ടാണ് കേസ് എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ അപ്പീൽ ഒന്നും കൂടെ എക്സ്പെഡൈറ്റ് ആവും, ഒന്നും കൂടെ സ്പീഡപ്പ് ആവും, അതിനൊന്നും കൂടെ ആക്സിലറേറ്റ് ചെയ്യാൻ പറ്റും എന്നാ പറയുന്നത്. Okay, the next one, rationalization. റാഷണലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും കൂടെ യുക്തിവൽക്കരിക്കുക, കൂടുതൽ യുക്തിപരമായിട്ട് പറയുക എന്നൊക്കെ പറയാം. പ്രിറ്റൻസ് ഗൂയിസ് റാഷണൈൽ. പ്രിറ്റൻസ് ഗൂയിസ് റാഷണൈൽ. ആന്റണിമായിട്ട് ഡിസ്റിഗാർഡ്, നെഗ്ലക്റ്റ്. ഡിസ്റിഗാർഡ് ചെയ്യുക, നെഗ്ലക്റ്റ് ചെയ്യുക. A major rationalization is taking place on the storage front. സ്റ്റോറേജ് ഫ്രണ്ടിന്റെ കാര്യത്തിലാണ് കൂടുതൽ റാഷണലൈസേഷൻ സംഭവിക്കുന്നത് എന്നാണ് പറയുന്നത്. റാഷണലൈസേഷൻ. ആൻഡ് ദ നെക്സ്റ്റ് വൺ, സ്പർ. സ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോത്സാഹിപ്പിക്കുക, സ്റ്റിമുലേഷൻ, എൻകറേജ്മെന്റ്, പ്രോത്സാഹനം, സ്പർ. ആന്റണിമായിട്ട് ഡിസ്കറേജ്. ഒരുപാട് ഈ എൻകറേജ്, ഡിസ്കറേജിന്റെ മീനിങ്ങുകൾ നമുക്ക് ഇപ്രാവശ്യം കിട്ടിയിട്ടുണ്ട് എന്നാണ് തോന്നുന്നത്. കാരണം ഒരു 3-4 എങ്ങാണ്ട് ഈ ഡിസ്കറേജ്, എൻകറേജിന്റെ സിനോണിം ആന്റണിം ആയിട്ട് വന്നിട്ടുണ്ട്. സ്പർ ദം ടു മേക്ക് എ ഗ്രേറ്റർ എഫേർട്ട്. അവരെ നന്നായിട്ട് പ്രോത്സാഹിപ്പിക്കുക. എന്തിനു വേണ്ടിയിട്ട്? ടു മേക്ക് എ ഗ്രേറ്റർ എഫേർട്ട്. അടിപൊളിയായിട്ട് ഗ്രേറ്റർ എഫേർട്ട് എടുക്കാൻ വേണ്ടിയിട്ട് അവരെ നന്നായിട്ട് പ്രോത്സാഹിപ്പിക്കുക, സ്പർ ചെയ്യുക. ഈ സ്റ്റിമുലേഷനും എൻകറേജ്മെന്റ് എല്ലാം നമുക്ക് അറിയുന്നതായിരിക്കും. സ്പർ എനിക്ക് തോന്നുന്നു ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാനിത് ക്വസ്റ്റ്യൻ പേപ്പറിൽ എവിടെയോ കണ്ടിട്ടുണ്ട് ഈ വേർഡിനെ, സ്പർ എന്നുള്ളത്. നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും, ഇത് വന്നിട്ടുണ്ട്. സ്പർ. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. ഇത്രയേ ഉള്ളൂ ഞാൻ കളക്ട് ചെയ്ത വേർഡ്സ്. ഇനി നിങ്ങൾക്ക് കളക്ട് ചെയ്യാനുള്ള ഏതെങ്കിലും വേർഡ്സുകൾ കളക്ട് ചെയ്തതുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ തന്നിരിക്കുന്ന ഈ ഒരു സാധനം വായിക്കുന്ന സമയത്ത് നമുക്ക് പറയാം. ഓക്കെ, റെഡി ആണല്ലോ അല്ലേ? റീഡ് ചെയ്യാം. റവന്യൂ റിപ്പർക്കഷൻ, അതായത് റവന്യൂ പ്രത്യാഘാതങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ റിസൾട്ട്സ് ഓൺ GST റവന്യൂ ട്രെൻഡ്സ്. എന്തിനാണ്? GST റവന്യൂ ട്രെൻഡ്സ്. റവന്യൂ എന്ന് പറയുമ്പോൾ വരുമാനം എന്നൊക്കെ ഉള്ളതാണ്. വരുമാനം, ട്രെൻഡ്സ്. ട്രെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ കറന്റ്ലി ഉണ്ടായിട്ടുള്ള റവന്യൂ GSTനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഫെസ്റ്റീവ് സീസൺ GST റിസീറ്റ്സ് ഹോൾഡ് എ ക്രിട്ടിക്കൽ സിഗ്നൽ ഫോർ ഗ്രോത്ത്. ഫെസ്റ്റീവ് സീസൺ ആണ് ഇപ്പോൾ കുറച്ചായിട്ട് നമുക്കുള്ളത്. അതായത് ഒക്ടോബറിൽ ദീപാവലി കഴിഞ്ഞു, അതേപോലെ തന്നെ നമ്മുടെ ദസറ കഴിഞ്ഞു, മൈസൂരിലൊക്കെ ആയിട്ട് ഇപ്പം അങ്ങനെ കുറച്ച് ഫെസ്റ്റീവ് സീസൺ കഴിഞ്ഞപ്പോൾ അത് കുറച്ച് കൂടുതൽ നല്ലൊരു ഗ്രോത്ത് ആണ് കാണിക്കുന്നത് എന്നാണ് പറയുന്നത്. Goods and service tax GST revenue trends have been considerably wobbly നമുക്കറിയാം this financial year. അപ്പോൾ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് GST
എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു റവന്യൂ ട്രെൻഡ്സിനെ ഹാവ് ബീൻ കൺസിഡറബിളി വോബ്ലി ദിസ് ഫിനാൻഷ്യൽ ഇയർ, ഗണ്യമായിട്ട് അതിനെ നന്നായിട്ട് വോബ്ലി ചെയ്തിട്ടുണ്ട്. Even as 3 of its 7 months so far have recorded among the highest collection from the indirect tax. Even as 3 of its 7 months, ഈ ഒരു 7 monthsൽ ഇപ്പോൾ കഴിഞ്ഞ ഈ ഒരു വർഷത്തിലെ 7 monthsൽ 3 months so far have recorded among the highest collection from the indirect tax. ഇൻഡയറക്റ്റ് ടാക്സിൽ നിന്ന് ഹയസ്റ്റ് കളക്ഷൻ ആണ് റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. While the year started with a bang as April clocked the first ever instance of revenues of over 2 lakh crore with gross and net receipts rising കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിലുള്ളത് പറയുന്നത് ഏപ്രിലിൽ എന്ത് ചെയ്തിട്ടുണ്ട്, 2 lakh crore 2 ലക്ഷം കോടിയിലധികം വരുമാനം നേടുന്ന ആദ്യത്തെ സംഭവമാണ് ഇത് പറയുന്നത്. റവന്യൂ ഓഫ് ഓവർ 2 lakh crore വിത്ത് ഗ്രോസ് ആൻഡ് നെറ്റ് റെസീറ്റ്സ് റൈസിംഗ് 12.4% ആൻഡ് 15.5% റെസ്പെക്റ്റീവ്ലി. അപ്പോൾ 15.5%, 12.4% ഗ്രോസ് ആണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്, ഉയർച്ചയാണ് ഉണ്ടായിട്ടുള്ളത്. ബോൾസ്റ്റേഡ് ബൈ ഇയർ എൻഡ് ഫയലിംഗ്സ്. ബോൾസ്റ്റേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, നമ്മൾ നേരത്തെ പറഞ്ഞു. ബോൾസ്റ്റേഡ് ബൈ ഇയർ എൻഡ് ഫയലിംഗ്സ്, ജൂലൈസ് ഗ്രോസ് റെസീറ്റ്സ് വേർ ദ തേർഡ് ഹയസ്റ്റ് അറ്റ് ഓവർ 1.82 lakh crore. അപ്പോൾ ജൂലൈയിലുള്ളതാണ് തേർഡ് ഹയസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. അപ് 10.3%. എത്രയാണ്? 10.3%. ഒക്ടോബേഴ്സ് GST prior to refunds. October's GST receipts prior to refunds released on Friday. ഒക്ടോബറിന്റെ GST റിലീസ് ചെയ്തത് ഫ്രൈഡേ ആണ്. were the second highest in the 7 odd years of the tax. 7 odd yearsൽ സെക്കൻഡ് ഹയസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത് ഏതാണ്? ഒക്ടോബറിലാണ്. But these spikes have been punctuated by underwhelming numbers. Overwhelm, underwhelm. നമ്മൾ നേരത്തെ പറഞ്ഞു ഈ സ്പൈക്സ്, ഈ ഒരു സ്പൈക്സ് ഹാവ് ബീൻ പങ്ക്ച്വേറ്റഡ് ബൈ അണ്ടർവെൽമിംഗ് നമ്പേഴ്സ്. ഗ്രോത്ത് ഇൻ ഗ്രോസ് നൗൺ ആവുമ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് നേരത്തെ പറഞ്ഞു എന്തായിരുന്നു, നേരത്തെ നമ്മൾ വന്നത് ഉയർച്ച എന്നുള്ള അഡ്ജക്റ്റീവിലായിരുന്നു. ഉയർച്ച എന്നുള്ള ഗ്രോത്ത് ഇൻ ഗ്രോസ് എന്ന് പറയുമ്പോൾ എന്താ, ഇവിടെ നൗണിലാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഫിനാൻഷ്യൽ അല്ലെങ്കിൽ എക്കണോമിക് അല്ലെങ്കിൽ അതെല്ലാം ഇവിടെ പറയാം. ഗ്രോത്ത് ഇൻ ഗ്രോസ് റവന്യൂസ് ഹാഡ് ഹിറ്റ് എ 3-year low of 7.3% in June and worsened to a 40-month lower of 6.5% in September. അപ്പോൾ വേഴ്സൺ ആയി, ജൂണില് അത് ലോ ആയി, സെപ്റ്റംബർ ആവുമ്പോഴേക്ക് അത് വേഴ്സൺ ആവുകയാണ് ചെയ്തത്. October's revenues before adjusting refunds to taxpayers break a 2-month streak of sequential dips. സീക്വൻഷ്യലി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഡിപ്പ്, അതായത് ആ ഒരു ഡിപ്സ് നമ്മൾ പറഞ്ഞല്ലോ, ആ ഒരു ഡിപ്സില് അതേപോലെ തന്നെ പോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്ത് ഒക്ടോബേഴ്സ് റവന്യൂ എന്തായി, അത് കുറച്ച് ഹൈ ആയി, ആ ഒരു ഡിപ്പിൽ നിന്നുള്ള ഒരു ഉയർച്ചയായി. with year-on-year growth recovering to 8.9%. Net revenues grew at a slower 7.9%. But doubled from September's 3.9% uptick. Doubled from September's 3.9% uptick. While this marks an improvement, the overall growth of net GST revenues this year has still declined to 9%. അപ്പോൾ ഈ ഒരു മാർക്സ് ഒക്കെ ഉണ്ടാവുമ്പോഴും മാർക്സ് ആൻഡ് ഇംപ്രൂവ്മെന്റ് മാർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും the overall growth of net GST revenues this year has still declined to 9%. ഇപ്പോഴത് എവിടെയാണ്? 9%ലാണ്. From about 10.2% as of August.
ഫ്രം ദ ഫിസിക്കൽ പെർസ്പെക്റ്റീവ്, ആ ഒരു ഫിനാൻഷ്യൽ പെർസ്പെക്റ്റീവിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ indirect taxes will have to grow faster in the months ahead to meet the budget target. Indirect taxes will have to grow faster in the months ahead to meet the budget target. എന്ത് ചെയ്യാനുണ്ട്? ബഡ്ജറ്റ് ടാർഗറ്റിൽ എത്തണമെന്നുണ്ടെങ്കിൽ have to grow, but that may not be a significant risk to the deficit yet. അത് ഇപ്പോഴും അതൊരു സിഗ്നിഫിക്കൻറ്റ് റിസ്ക് ആയിട്ടില്ല. As direct taxes and non-taxes revenues have been doing well. Direct taxesum non-taxes revenuesum എല്ലാം നന്നായിട്ട് പോകുന്നുണ്ടെങ്കിലും ഡൂയിങ് വെൽ ആണെങ്കിലും അത് ഇപ്പോഴും അവിടെ എത്താൻ പറ്റിയിട്ടില്ല എന്നാണ് പറയുന്നത്. Revenue and capital spending have been on a tight leash too. Of course, a month's GST revenues are linked to transactions that takes place in the preceding month, and GST is a tax on consumption. GST എന്താണ്? കൺസംഷനിലുള്ള ടാക്സ് ആണ്. അപ്പോൾ ഇത് GST revenues are linked to transactions that take place in the preceding month. Preceding monthിലുള്ള ട്രാൻസാക്ഷനുമായിട്ടാണ് GSTs ലിങ്ക് ചെയ്തിട്ടുള്ളത്. And GST is a tax on consumption. So, last month's revenues are the first signal of private consumption. Last monthിലുള്ള revenue ആയിരുന്നു are the first signal of private consumption trends this festive season. Although significant purchases may have slowed in the later half of September. Later നമ്മൾ പറഞ്ഞു half of September. സെപ്റ്റംബറിന്റെ സെക്കൻഡ് ഹാഫില് എന്ത് ചെയ്തു? സിഗ്നിഫിക്കൻറ്റ് പർച്ചേസസ് മേ ഹാവ് സ്ലോ ആയി. അമിഡ് ദ 16th ഡേ പിതൃപക്ഷ. ഈ പിതൃപക്ഷ എന്ന് പറയുന്നത് അതിൻ്റെ ഇടയിൽ ഒരു ഡേ ഉണ്ടെങ്കിലും അത് അപ്പോഴും എന്തായിരുന്നു? സ്ലോ ആയിട്ട് തന്നെയാണ് ഇരുന്നത്. ദ RBI in its October bulletin had termed recent months RBI ടേം ചെയ്തത്, ഒക്ടോബർ ബുള്ളറ്റിനിൽ ടേം ചെയ്തത് GST trend to be a sign of slackering momentum. സ്ലാക്കറിങ് നമ്മൾ പറഞ്ഞു ഇൻ ദ എക്കണോമി. GST ട്രെൻഡ്സ് എന്ന് പറയുന്നത് എക്കണോമിയിലെ ഒരു സ്ലാക്കറിങ് മൊമെന്റം തന്നെയാണ്. ബട്ട് pinned its hopes on improved festive demand and consumer sentiment. പക്ഷേ ഇത് പിൻ ചെയ്തിട്ടുള്ളത് ഇറ്റ്സ് ഹോപ്പ് ഓൺ ഇംപ്രൂവ്ഡ് ഫെസ്റ്റീവ് ഡിമാൻഡ്. നമ്മുടെ അതായത് കൂടുതലും ഇത് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഫെസ്റ്റീവിലും അതേപോലെ തന്നെ ഫെസ്റ്റിവൽസിലും അതേപോലെ ഈ കൺസ്യൂമർ സെന്റിമെന്റ്സിലും ആണ്. അതായത് ഇപ്പം കൺസ്യൂമേഴ്സിന്റെ ആ ഒരു സെന്റിമെന്റൽ അറ്റാച്ച്മെന്റ് ഉണ്ട്. നമ്മുടെ ഈ ഫെസ്റ്റിവൽസ് ഒക്കെ വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് ആഘോഷങ്ങൾക്ക് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ, ഇപ്പം ഫെസ്റ്റിവൽ സീസണിലൊക്കെ കാറുകൾ പർച്ചേസ് ചെയ്യുന്ന ആളുകൾ, അങ്ങനെ ഒരുപാട് പേരുണ്ട്. ഓരോരോ പുതിയ സാധനങ്ങൾ വാങ്ങിക്കുന്നത്, ഹോം അപ്ലയൻസസ് വാങ്ങിക്കുന്നവര്. അപ്പോൾ അതും ഇതുമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു കണക്ഷൻ കൊടുക്കുന്നുണ്ട്. ഇൻ ദാറ്റ് കോണ്ടെക്സ്റ്റ് ദ ലേറ്റസ്റ്റ് GST receipts are a good omen, but November's receipts for last month's activity will lend greater clarity on whether those hopes are well placed. പക്ഷേ ഇത് the latest GST നല്ലൊരു ഗുഡ് omen ആണ്. But November's receipts for last month's activity will lend greater clarity on whether those hopes are well placed. With Dasara and Deepavali falling in October, unlike last year. ലാസ്റ്റ് ഇയറിനെ പോലെയല്ല, രണ്ട് ഫെസ്റ്റിവൽസും ദസറയും ദീപാവലിയും വന്നിട്ടുള്ളത് എവിടെയാണ്? ഒക്ടോബറിലാണ്. ഇനീഷ്യൽ കാർ സെയിൽസ് ഡാറ്റ സജസ്റ്റ് എ കെ ഷേപ്ഡ് സിറ്റുവേഷൻ. ഇനീഷ്യൽ കാർ സെയിൽസ് ഡേറ്റ നമ്മൾ കെ ഷേപ്ഡ് സിറ്റുവേഷൻ നേരത്തെ പറഞ്ഞു. കെ ഷേപ്ഡ് എക്കണോമി, അതായത് എല്ലാവർക്കും ഒരുപോലെ ആവില്ല. ചിലത് അതിൽ നിന്ന് റിബൗണ്ട് ചെയ്യാൻ പറ്റും, ചിലതിനെ അത് കഴിയില്ല. അപ്പോൾ ഈ ഒരു കെ ഷേപ്ഡ് സിറ്റുവേഷനിൽ വിത്ത് പ്രൈസിയർ SUVs ഗ്രോയിങ് ഫാസ്റ്റ്, SUVസിന്റെ പ്രൈസ് കുറച്ചും കൂടെ ഫാസ്റ്റ് ആണ്. അതായത് SUVs ആണ് കൂടുതൽ ആളുകളും സജസ്റ്റ് ചെയ്യുന്നത്. വൈൽ ഓവറാൾ സെയിൽസ് സ്ട്രാഡിൽഡ് ദ മിഡിൽ ലൈൻ. പക്ഷേ ഓവറാൾ സെയിൽസ് ഇപ്പോഴും സ്ട്രാഡിൽഡ്, അതിജീവിക്കുന്നില്ല. ദ മിഡിൽ ലൈനിൽ തന്നെ ഇങ്ങനെ നിൽക്കുകയാണ്. മിഡിൽ ലൈനിനെ അതിജീവിക്കുന്നുണ്ട് മിഡിൽ ലൈൻ. However, this plays out the GST Council that meets soon
must not be deterred from expediting the rate of rationalization exercises. പക്ഷേ the GST Council that meets soon must not be deterred from expediting the rate rationalization exercise, including the lowering of taxes. ടാക്സസിന്റെ ലോവറിംഗ് അടക്കം ഓൺ ഐറ്റംസ് സച്ച് ആസ് സിമെന്റ് ആൻഡ് ഇൻഷുറൻസ്. അപ്പോൾ ഈ സിമെന്റ്, ഇൻഷുറൻസ് ഇതൊക്കെ അതിന്റെ ഇടയിൽ ഉള്ള കുറെ കാര്യങ്ങൾ തന്നെയാണ്. വിച്ച് കുഡ് സ്പേർ ഹയർ സെയിൽസ്. അതിനും എന്ത് ചെയ്യാൻ പറ്റും? സ്പേർ ഹയർ സെയിൽസ് വോളിയം ആൻഡ് കോമ്പൻസേറ്റ് ഫോർ എനി റവന്യൂ ലോസസ്. അതിനും മറ്റെന്തിനേക്കാൾ കൂടുതൽ കോമ്പൻസേറ്റ് ചെയ്യാനും അതേപോലെ തന്നെ സെയിൽസ് വോളിയം ഉണ്ടാക്കാനും ഈ സിമെന്റിനും ഇൻഷുറൻസിനും എല്ലാം കഴിയും എന്നുള്ളതാണ് പറയുന്നത്. അതായത് ഇപ്പൊ നമ്മൾ ഈ വക കാര്യങ്ങളൊന്നും അധികം നമ്മൾ ശ്രദ്ധിക്കാത്തതാണ്. നമ്മുടെ ഈ വീട് എല്ലാവരും ഇപ്പോൾ കൺസ്ട്രക്ട് ചെയ്യുന്നത് എല്ലാവർക്കും ഒരു വീട് വേണമെന്നുള്ളതാ. ഒരു വർഷത്തില് നമ്മൾ എത്ര വീടുകൾ അല്ലെങ്കിൽ എത്ര കൺസ്ട്രക്ഷൻ വർക്കുകൾ നടക്കുന്നുണ്ടാവും. അപ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാധനം തന്നെയാണ് ഈ സിമെന്റ് എന്നൊക്കെ പറയുന്നത്. അതേപോലെ ഇപ്പൊ കൂടുതൽ പേരും ഈ ലൈഫ് ഇൻഷുറൻസിനെ കുറിച്ചിട്ട് കുറച്ച് അവെയർ ആണ്. അപ്പോൾ ഇതൊക്കെ കുറച്ചും കൂടെ ഹയർ സെയിൽസ് വോളിയം ചെയ്യാൻ പറ്റും എന്നാണ് റവന്യൂ ഇപ്പോഴും വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ് പറയുന്നത്. ഇപ്പൊ നമുക്ക് പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇതാണ് നമ്മുടെ ഇന്നത്തെ എഡിറ്റോറിയൽ ആയിട്ട് പറയാനുള്ളത്. എവിടെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇതില് നമ്മൾ ഫസ്റ്റ് ഒരു ചെറിയൊരു കാര്യം കൂടെ എനിക്ക് പറയാനുള്ളത്. ഫസ്റ്റ് നമ്മൾ പറഞ്ഞു ഇതൊരു ടോൺ ഓഫ് ദ പാസേജ് എന്ന് പറയുന്നത് പോസിറ്റീവ് ആണ് എന്ന്. പക്ഷേ നമ്മൾ അതിന്റെ ഡിസ്ക്രിപ്ഷനിലേക്ക് കടക്കും തോറും അതിൽ രണ്ടും പറയുന്നുണ്ട്. ഒരു എന്താ പറയാ, കമ്പാരിസൺ, മുന്നത്തേതും ഇപ്പോഴത്തേതും അല്ലെങ്കിൽ ഈ ഒരു GST ഉണ്ടാവുന്ന ചേഞ്ചുകൾ, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന, മുമ്പ് സംഭവിച്ചിരുന്നത്, അതിലുള്ള ഡിസ്കറേജ് ചെയ്യുന്ന ഫാക്റ്റുകൾ, എൻകറേജ് ചെയ്യുന്ന ഫാക്റ്റുകൾ, ഇതൊരുപാട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് കംപ്ലീറ്റ്ലി ഇതൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു പാസേജ് ആണ് എന്ന് നമുക്ക് അവകാശപ്പെടാൻ പറ്റില്ല. കാരണം എന്താ, ഇതിൽ രണ്ട് കാര്യങ്ങളെ കുറിച്ചിട്ടും പറയുന്നുണ്ട്. പോസിറ്റീവ്, നെഗറ്റീവ് ഒക്കെ പറയുന്നുണ്ട്. വേർഡിന്റെ മീനിങ്ങിലേക്ക് പോയി കഴിഞ്ഞാൽ റിപ്പർക്കഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺസിക്വൻസ്, റിസൾട്ട്, എഫക്റ്റ് എന്നൊക്കെ ഉള്ളതാണ്. ഇനി വോബ്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺസ്റ്റഡി, അതായത് അതിന്റെ സിനണിമായിട്ട് വരുന്നത് ഒരു നെഗറ്റീവ് വേർഡാണ്. സ്റ്റേബിൾ, സ്റ്റഡി എന്നുള്ളതാണ് ഇവിടെ നമുക്ക് പോസിറ്റീവായിട്ട് പറയാൻ പറ്റുക. ഇനി ഗ്രോസ് നമ്മൾ നേരത്തെ പറഞ്ഞു, മൊത്തത്തിൽ ഒരു ടോട്ടൽ വോൾ, ഇത് നമുക്ക് പോസിറ്റീവായിട്ട് പറയാം. ബോൾസ്റ്റേഡ് നമുക്ക് പോസിറ്റീവായിട്ട് പറയാം. സ്പൈക്സ്, ഇതിന് നമുക്ക് അങ്ങനെയൊരു സംഭവം ഇല്ല എന്നുണ്ടെങ്കിലും ഇത് രണ്ടും വെച്ച് നോക്കുമ്പം ഇത് പോസിറ്റീവാണ്, സ്പൈക്സ് എന്ന് പറയുന്നത്. അണ്ടർവെൽമിങ് എന്ന് പറയുന്നത് നെഗറ്റീവാണ്. അതേപോലെ ഓവർവെൽം ആണ് അതിന്റെ പോസിറ്റീവായിട്ട് വരുന്നത്. ഓക്കെ, ഇനി ഡിപ്സ് നെഗറ്റീവാണ്, റൈസ് ആണ് പോസിറ്റീവായിട്ട് വരുന്നത്. അപ്റ്റിക്ക് പോസിറ്റീവ് ആയിട്ടുള്ള വേർഡാണ്. അപ്പോൾ ഇങ്ങനെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് കാര്യങ്ങളും ഇതിൽ വന്നിട്ടുണ്ട്. കംപ്ലീറ്റ്ലി ഒരു പോസിറ്റീവ് ആയിട്ടുള്ള പാസേജ് ആണ് എന്ന് നമുക്ക് ഇതിനെ അവകാശപ്പെടാൻ പറ്റില്ല. അപ്പോൾ ഡിസ്ക്രിപ്ഷൻ വായിച്ചിട്ട് വേണം പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നുള്ളത് നമ്മൾ തീരുമാനിക്കാൻ. ഫസ്റ്റ് നമ്മൾ റീഡ് ചെയ്ത സമയത്ത് അത് പോസിറ്റീവായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിലും അതേ പാസേജിൽ തന്നെ അതിൻ്റെ നെഗറ്റീവ് സൈഡും പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള പാസേജുകൾ ഉണ്ടാവും. അതിനെ നമ്മൾ ഓരോ ഡിസ്ക്രിപ്ഷൻ വായിക്കുമ്പോഴും ഓരോ പാരഗ്രാഫ് പോകുമ്പോഴും നമുക്ക് അതിനെ മനസ്സിലാക്കാൻ പറ്റണം. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. വേറെ എന്തെങ്കിലും കാര്യങ്ങൾ നമ്മുടെ ക്ലാസ്സിൽ ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ സജഷൻസ് നിങ്ങൾക്ക് പറയാം. ഇപ്പോൾ ഉള്ളതിനേക്കാളും കുറച്ചും കൂടെ നിങ്ങൾക്ക് അത് ഹെൽപ്ഫുൾ ആവും എന്ന് തോന്നുന്ന എന്ത് കാര്യവും നിങ്ങൾക്ക് പറയാം. ഫർദർ ക്ലാസ്സിൽ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ആഡ് ചെയ്യാൻ ഞാൻ ശ്രമിക്കാം. ഇതൊന്ന് വായിച്ചു നോക്കണേ. ഇപ്പൊ നമ്മൾ ഒരുമിച്ച് വായിച്ചു. നമ്മുടെ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം നിങ്ങളൊന്ന്
തനിയെ ഇരുന്നിട്ട് വായിച്ചു നോക്കണം. ഒരു ഡൗട്ടും ഇല്ലായിരിക്കും. No doubts. ക്ലാസ് കഴിയുമ്പോഴേക്കും എല്ലാവരും ഉറങ്ങുന്നുണ്ടോ? എൻ്റെ ഒരു സംശയമാണ്. ലാസ്റ്റ് എത്തുമ്പോഴേക്കും ആരുടെയും മെസ്സേജുകളോ ഡൗട്ട്സോ ഒന്നും കാണുന്നില്ല. ബോറിംഗ് ആണോടോ ക്ലാസ്? നിങ്ങൾ ഓക്കെ അല്ലേ? ഇങ്ങനെ പോകുന്നതിൽ നിങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ? ഓക്കെ, അപ്പൊ ആരും ഡൗട്ട്സ് ഒന്നും ചോദിക്കുന്ന കാണുന്നില്ല. എന്ന് നമുക്ക് വെനസ്ഡേ കാണാം. ഓക്കെ, സി യു, ഗുഡ് നൈറ്റ്. ഇതൊന്ന് റീഡ് ചെയ്യാൻ മറന്നു പോവരുതേ ആരും. താങ്ക് യു, ബൈ.